മാലിന്യം വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. തൃശ്ശൂർ നഗരഹൃദയത്തിൽ നിന്നും മാലിന്യം ഒഴുകി വരുന്നത് തൃശ്ശൂരിലെ കോൾപ്പാടങ്ങളിലേക്കാണ്. നിരവധി ആളുകളാണ് ഈ മാലിന്യം കൊണ്ട് അതീവ പ്രതിസന്ധി അനുഭവിക്കുന്നത്. എന്തായാലും കരിമ്പറ്റ നെടുപുഴ കോൾപ്പാടം സെക്രട്ടറിയാണ് നമ്മളുടെ കൂടെ ചേരുന്നത്. ചേട്ടാ, ഈ മാലിന്യമെല്ലാം ഈ കോൾപ്പാടങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇവിടെ കുളവാഴ നിറഞ്ഞ് 3 കൊല്ലം ടെൻഡർ കൊടുക്കും എന്ന് പറയുന്നത്. ഇവിടെ ഈ കുളവാഴ വന്ന് നിന്ന് ഇവിടെ നിന്നുള്ള വെള്ളം പോവില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കറുത്ത വെള്ളമായിരിക്കും. അതുകൊണ്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കതിര് വരുന്ന സമയത്ത് വെള്ളം പൊട്ട വെള്ളമായിട്ട് കതിര് കംപ്ലീറ്റ് പതിരായിട്ട് മാറാണ്. അത് ഞങ്ങളിപ്പോൾ കോർപ്പറേഷനിലും ഇവിടെ MLA രാജൻ സാറോടൊക്കെ പോയി സൂചിപ്പിച്ചിട്ടുണ്ട്, അധികാരികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. പിന്നെ ഈ പടവ് 96 ഏക്കർ പടവാണ്. ഇത് കംപ്ലീറ്റ് വരിവെള്ളം വരുന്ന ഭാഗമാണ്. ഈ വെള്ളം വറ്റി കിട്ടണമെങ്കിൽ പമ്പിങ് ആരംഭിച്ച് 3-3.5 മാസം കഴിയാണ്ട് ഈ വെള്ളം വറ്റി കിട്ടില്ല ഞങ്ങൾക്ക്. അപ്പോൾ വളരെ വൈകിട്ടാണ് കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഈ അധികൃതരുടെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പരാതികൾ കൊടുക്കുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ്? അവർ വന്ന് നോക്കാം എന്ന് പറയും. ഇവിടെ വന്ന് നോക്കലൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥലമാണ് ഈ ഭാഗം. അവർക്കാണെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കാനോ ഒന്നിനും പറ്റൂല. ഈ കുളവാട ഇതേമാതിരി നിറഞ്ഞ് ഇത്രയും പെരുത്ത് കുളവാട നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ്. തൃശ്ശൂർ നഗരത്തിലെ മുഴുവൻ മാലിന്യമാണ് ഇവിടേക്ക് അടിയുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളാണ് ഏറെ വേദനയും ദുരിതവും അനുഭവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു മത്സ്യത്തൊഴിലാളി തന്നെ കൊടുത്തിട്ട്, ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? രാജനാണ്. എത്ര കൊല്ലമായിട്ട് ഇവിടെ മത്സ്യ കൃഷി? ഞാൻ 13 വയസ്സ് തൊട്ട് മത്സ്യത്തൊഴിലാളിയാണ്. ഞങ്ങളൊക്കെ നമ്മാവിൽ വഞ്ചി കുത്തിയിട്ട് വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒക്കെ ഒരു വണ്ടി വാടകയ്ക്ക് വിളിച്ചിട്ട് പുഴയ്ക്കിൽ നിന്ന് ചിറക്കത്തോട്ടിൽ നിന്നൊക്കെ പെരുമ്പഴയിൽ നിന്നൊക്കെ മീൻ പിടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും വണ്ടി വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവെക്കാം. ഇതിപ്പോൾ എത്ര കൊല്ലമായി നമ്മൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി? കൊല്ലങ്ങളായി കിടക്കുന്നത് ആണല്ലോ. അപ്പോൾ അധികൃതരോട് നിങ്ങൾ പരാതിപ്പെട്ടിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? ഒന്നുമില്ല. ഇവരെ ഇടയ്ക്ക് വന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് വരും, പിന്നെ അവരെ പാടുവയ്ക്ക് പോകും. ഇവിടെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ തിങ്ങി പറക്കുന്ന സ്ഥലമാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. എവിടെ പോയിട്ട് പിടിക്കും ഞങ്ങൾ? നോക്കിയേ, സാറുമാരും നോക്കിയേ. ഇതിവിടെ തൊട്ട് എവിടെ വരെയെന്ന് പറയാം, ആനമ്പ വരെയെന്ന് പറഞ്ഞു കൊടുക്കണം. പൊക്കാല കുളത്തിൽ കംപ്ലീറ്റ് ആസ്പത്രിയിലത്തെ വെള്ളം കംപ്ലീറ്റ് ഇവിടെ കെട്ടി കിടക്കും. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ചണ്ടി ഒഴുകി പോവില്ല. അങ്ങനത്തെ അവസ്ഥ ഇതാ. കൊച്ചിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വഞ്ചി കുത്തിയിൽ ചരക്ക് വഞ്ചിക്ക് വന്നിട്ട് കുത്തിയ ആൾക്കാരൊക്കെ ആയിരിക്കും. ഇവിടെ പാപ്പനാണ്. കാലങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മത്സ്യത്തെ പിടിച്ച് ഉപജീവന മാർഗം കഴിക്കുന്നവരാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളായി ഇവർക്ക് മത്സ്യങ്ങളൊന്നും തന്നെ ഇവിടെ പിടിക്കുവാൻ പോകുവാനോ അല്ലെങ്കിൽ ഇവരുടെ ഉപജീവനം കഴിക്കുവാനോ സാധ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ കോൾപ്പാടത്ത് നിറഞ്ഞു കിടക്കുന്ന കുളവാഴകളും തൃശ്ശൂരിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങളുമാണ്, ആശുപത്രിയിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങളാണ് ഈ കാണുന്ന കോൾപ്പാടങ്ങളിലേക്ക് നിറഞ്ഞു കിടക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള മത്സ്യ സമ്പത്ത് ഇവർക്ക് പിടിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. കാലങ്ങളായി ഇവർ ഉദ്യോഗസ്ഥരോടും അധികൃതരോടും പരാതി ബോധിപ്പിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും ഇവരുടെ പക്കൽ നിന്ന് ഇല്ല എന്ന പരാതിയാണ് ഇവർക്ക് ഉന്നയിക്കാനുള്ളത്. അധികൃതർ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ ഒപ്പണം എന്നാണ് ഇവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്നും വഞ്ചി തുഴഞ്ഞ് ഈ കോൾപ്പാടത്തിലൂടെ വന്ന മത്സ്യ സമ്പത്തിനെ പിടിച്ച് ഉപജീവന മാർഗം സ്വീകരിച്ച ഒരു വ്യക്തി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ എത്ര വർഷമായി ഈ മത്സ്യ കൃഷികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? എനിക്കിപ്പോൾ 55 വയസ്സിൻ്റെ അടുക്കായി. എൻ്റെ 5-8 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഈ പണി. ഞങ്ങൾ കാരണന്മാരായിട്ടുള്ള കാര്യങ്ങൾ കാലങ്ങളും കൊല്ലങ്ങളും കണ്ടമാനം പഴക്കമുള്ളത്. ഓക്കെ, ഇപ്പം പിന്നെ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്? ഇപ്പോഴത്തെ പ്രശ്നമാണ് ഈ അരി അടിക്കാൻ തീരെ പാകില്ല. ഇത് കാരണം കൊണ്ട് ഞങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലം എവിടെ പോയിട്ട് ഈ ചണ്ടിയുടെ മുകളിൽ കയറി പണിയെടുത്ത ഉള്ള കാര്യമുണ്ട്? ഒരു കാര്യമില്ല. പിന്നെ കുടിവെള്ളം അരി വെച്ചാൽ ആ ചോറ് ഒരു നേരം കഴിയുമ്പോഴേക്കും നേറും ഈ വെള്ളത്തിൻ്റെ വശമുണ്ട്. അപ്പോൾ അങ്ങനെ ചില പൊട്ടക്കേടുകളും ചുറ്റുപാടുണ്ട്. ഈ രോഗങ്ങൾ തല്ലി കളഞ്ഞിട്ട് പോകാത്ത ഇതെന്നുള്ള കാരണം. ഇങ്ങനെയുള്ള മാലിന്യ പ്രശ്നമാണ് ഇവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്തുള്ള കിണറുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുകയും ആ വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്തു കഴിഞ്ഞാൽ ആ ഭക്ഷണമെല്ലാം പെട്ടെന്ന് തന്നെ കേടായി പോവുകയും ചെയ്യും എന്നാണ് ഇദ്ദേഹം നമ്മളോട് കൂട്ടിച്ചേർക്കുന്നത്. മാത്രമല്ല, ഒഴിയാത്ത രോഗങ്ങളും ദുരിതങ്ങളുമാണ് ഇവർക്ക് കൂട്ടിനുള്ളത്. അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഇവരുടെ കണ്ണീര് ഒപ്പുകയും ചെയ്യണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ ലെവിനൊപ്പം റോജി ഇലവനാങ്കുഴി, ഷെക്കൈന ന്യൂസ്, തൃശ്ശൂർ.